ഇന്ന് പടവലങ്ങയും മാങ്ങയും വെച്ചിട്ട് നമുക്കൊരു മീൻ കറി പോലത്തെ കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചട്ടിയിൽ. അത് ചൂടായി വന്നപ്പോൾ ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു നുള്ളു ഉലുവയും ഒരു നുള്ളു ജീരകം ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു ഒഴിച്ച് കറിയാണ് കേട്ടോ. നമുക്ക് വേറെ എന്തെങ്കിലും ഉപ്പേരിയോ അല്ലെങ്കിൽ ഒരു മീൻ വറുത്തോ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഊണ് കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണത്. അപ്പോൾ നമുക്ക് ജീരകവും ഉലുവയും ഞാൻ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒരു 2 എണ്ണമാണ് ഇടുന്നത്. വലിയ സവാളയാണെങ്കിൽ 1 ഇട്ടാൽ മതി. ഇതിപ്പോൾ ഒരു മീഡിയം ടൈപ്പാണ്. അപ്പോൾ ഞാൻ 2 സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ സവാള ഒരു പകുതി വഴന്ന് വരുന്ന വരെ നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ള ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്ത് വെളിച്ചെണ്ണയിൽ എന്തെങ്കിലും കറി ഉണ്ടാക്കണം കേട്ടോ. അതതിൻ്റെ ടേസ്റ്റ്. ഒരു പകുതി വഴന്ന് വരുമ്പോൾ ഒരു 3-4 പച്ചമുളക്, പിന്നെ ഒരു നുള്ളു ഇഞ്ചി അതിലിട്ടുണ്ട് കേട്ടോ. അത് കാണാണ്ടാണ്. വേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി ഒന്നും ഞാൻ അതിലിടുന്നില്ല കേട്ടോ. നാടൻ കറിയാണ്. അത് നന്നായി ആയി വരുമ്പോൾ നമുക്കൊരു 3-4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതും കൂടി അതിൽ കിടന്നിട്ടൊന്ന് മൊരിഞ്ഞ് വന്നോട്ടെ. മൊരിഞ്ഞ് വന്നപ്പോൾ ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി. അത് ടേബിൾ സ്പൂണായ കാരണമാണ് ഞാൻ കുറച്ച് അത് മാറ്റിയത്. 1 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ട് ഇതന്നെ പൊടികളുള്ള നമ്മൾ അതിൻ്റെ പച്ചമണം പോണ വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചാറ് കറിയാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് പടവലങ്ങ നീളത്തിൽ അരിഞ്ഞ് വെച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെയാണ് അരിഞ്ഞത്. എന്നിട്ട് ഇത് നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതെ ഈ മുളകൊക്കെ അതിൽ ഇളക്കി ചേർത്തിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് 1 സ്പൂണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടിയിട്ട് ആവിയിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒട്ടും വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നമ്മൾ വിചാരിക്കും പടവലങ്ങയ്ക്ക് പണ്ട് പടവലങ്ങ കാണുമ്പോൾ തന്നെ ദേഷ്യ. കാരണം എന്ത് കറി അതുകൊണ്ട് ഉണ്ടാക്കാമെന്നാണ് ഞാൻ ആദ്യം വിചാരിക്കുന്നത്. ഇതൊക്കെ കണ്ടുപിടിച്ചു ഞാൻ. അപ്പോഴാണ് എനിക്ക് കറി പടവലങ്ങ ഇഷ്ടമായത്. ഒന്ന് മൂടിയിട്ട് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കും. എല്ലായിടയിൽ ഞാൻ ഒരു അരപ്പ് ശരിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ 1 മുറി തേങ്ങയാണ് അതിനെടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള തേങ്ങ തന്നെയാണ്. ഇതിൻ്റെ 1 മുറി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ അത് അരച്ച് കൊണ്ടുവന്നുണ്ട്. അപ്പോൾ നമ്മുടെ പടവലങ്ങ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനെടുത്തിട്ടുള്ളത് മൂവാണ്ട മാങ്ങയാണ്. വലിയ പുളിയില്ല, അതുകൊണ്ട് ഞാൻ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ നമ്മൾ 1 എടുത്താൽ മതി. മൂവാണ്ട മാങ്ങയ്ക്ക് അത്ര പുളിയില്ല. അത് തന്നെ 1 സ്വല്പം ചനച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ 2 മാങ്ങ എടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചൂടുവെള്ളം, തിളച്ചതല്ല, ചൂടുവെള്ളമായിട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഉപ്പൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ അത്യാവശ്യം ഉണ്ട്. ഇനി പുളിയൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ എങ്ങനെയുണ്ട് എന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കത് മൂടിയിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതായി വന്നിട്ടുണ്ട് കണ്ട. ഇതിലേക്ക് മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പുളി ഉപ്പൊക്കെ നോക്കിയപ്പോൾ പാകത്തിനാണ്. ഇപ്പോൾ ഈ നാളികേരമൊക്കെ ഒഴിച്ചിട്ട് ഒന്നുകൂടി നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് സ്വല്പം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കണം കേട്ടോ.
നമ്മുടെ കറി റെഡിയാവാണ്. ഇനി വലിയ പണികളൊന്നുമില്ല. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ആവശ്യമില്ലെങ്കിൽ സ്വല്പം കൂടി ഇട്ട് കൊടുക്കാം. സ്വല്പം കുറവുണ്ട്, ഒന്ന് സ്വല്പം ഇട്ട് കൊടുത്തിട്ട് ആ ഒരു 1/4 ടീസ്പൂണ്. ഇപ്പോൾ ഇതായി വന്നപ്പോൾ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. വളരെ ടേസ്റ്റായിട്ടുള്ള നമ്മുടെ ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു. ബൈ.